ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ചെറിയ തൊണ്ടവേനയും തലവേനയും ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പനീർ മഖനിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. കാണാൻ പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ പേസ്റ്റ് മതി. പിന്നെ കുറച്ച് മല്ലിയില, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതുകൊണ്ട് തക്കാളി, പച്ചമുളക്, കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു പിടി കശുവണ്ടി, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മളുടെ സൺഫ്ലവർ ഓയിൽ, കുറച്ച് വെള്ളം, ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കണക്കൊന്നുമില്ല, നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ച് അതിൻ്റെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഈ സുജാത മിക്സി ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അങ്ങനെ വേസ്റ്റൊന്നും വരില്ല. എങ്കിൽ പോലും എനിക്കൊന്ന് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കതിൻ്റെ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടിയിൽ പിടിക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ വീഡിയോ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിനും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല നല്ല ഈസി റെസിപ്പീസൊക്കെ നമുക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആരും മറക്കാതെ ഒന്ന് ചെയ്തേക്കണം. ഇതുവരെ കൂടെ ഉണ്ടായത് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് നമുക്ക് തുടരാം. ഞാനിവിടെ ഒരു സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ തിളച്ചതിന് ശേഷം. കാരണം ഇത് നമ്മൾ തിളച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലേക്കും സ്റ്റൗവിലൊക്കെ നന്നായിട്ട് തിളച്ച് വീഴും. അപ്പോൾ അതുകൊണ്ടൊന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അമൂലിൻ്റെ, ഞാനിവിടെ 2 ബോട്ടിൽ വാങ്ങിയതിൽ ഒരെണ്ണം ഫുള്ളും ഒരെണ്ണത്തിൻ്റെ ഹാഫുമാണ് ഇട്ട് കൊടുത്തത്. അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊരു സ്ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. നമുക്ക് പനീർ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ്. അതൊന്ന് ചെറിയ ക്യൂബായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ക്യൂബായതും കിട്ടും, അതേപോലെ ഇതെങ്ങനെ ബ്ലോക്കായിട്ടുള്ളത് വാങ്ങിയാൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. എന്നാലാണ് ആ ഒരു നമുക്ക് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. റോ ആയിട്ട് ഇടുന്നവരുമുണ്ട്. എനിക്ക് ഈ ഒരു മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ആ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം. അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കസൂരി മേത്തി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും, അതുപോലെ പിന്നെ കുറച്ച് ഗരം മസാലയും ബട്ടറും ഇട്ടിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു പനീർ മഖനിയുടെ റെസിപ്പിയാണ്. ഞാൻ ഇതേപോലെ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അതുകൊണ്ട് തന്നെ ബട്ടർ നാൻ കൂടിയും, അതുപോലെ ഗാർലിക് നാൻ, ചപ്പാത്തി, പൊറോട്ട, ഇതിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ചോറാണ് ഇഷ്ടമെങ്കിൽ ഫ്രൈഡ് റൈസ് പറ്റത്തില്ല, ഗീ റൈസോ പുലാവോ അതിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.